എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ ഒരു പുണ്യപുരുഷനെക്കുറിച്ചാണ്. ചെയ്യാത്ത തെറ്റിന് ജഡ്ജ്മെൻ്റ് ചെയ്ത് ശരിയെ തെറ്റായി വിധിച്ച് താങ്ങാവുന്നതിൽ അപ്പുറം ഭാരമുള്ള ഒരു മരക്കുരിശും ചുമലിലേറ്റി കിലോമീറ്ററുകളോളം നടത്തി അവസാനം ആ കുരിശിൽ തന്നെ കൈക്കും കാലിലും ആണികൾ കൊണ്ട് ബന്ധിപ്പിച്ച് വധിക്കപ്പെട്ടു. ആ വേദന കൊണ്ട് പുളയുമ്പോഴും അദ്ദേഹം പറഞ്ഞത്, ഈശ്വരനോട് പ്രാർത്ഥിച്ചത്, ദൈവമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയുകയില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് അത് തന്നെയാണ് ഇന്ന് നമ്മളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ചെയ്യാത്ത തെറ്റിന് നമ്മൾ വധിക്കപ്പെടുന്നു. ചെയ്യാത്ത തെറ്റിന് നമ്മൾ കാരാഗ്രഹത്തിലേക്ക് എത്തപ്പെടുന്നു. ചെയ്യാത്ത തെറ്റിന് നമ്മുടെ കൈകാലുകൾ ഭരിക്കപ്പെടുന്നു. സത്യം വിളിച്ചു പറയുമ്പോൾ പല വെട്ടുകൾ വെട്ടി മൃതശരീരമാക്കി അതിൽ അട്ടഹാസം കൊണ്ട് ഇന്നും ജയിച്ചെന്ന് നടിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ മുന്നിൽ എന്നും ജീവിച്ചിരിക്കുന്നു. ഏതൊരു കോടതിക്കും സത്യങ്ങളെ കണ്ടെത്താൻ സാധിക്കുമെങ്കിലും ആ സത്യങ്ങളെ തുറന്നു പറയാൻ ഭയപ്പെടുന്ന ന്യായാധിപന്മാർ, എന്താണ് ഇതിൻ്റെ അവസാനമെന്ന് ആർക്കും അറിയുകയില്ല. പല പാവങ്ങളും ചെയ്യാത്ത തെറ്റിന് ആ തെറ്റിൽ നിന്നും മറ്റുള്ളവർ ബാഹ്യമായി ഉണ്ടാക്കിയെടുക്കുന്ന തെളിവുകളുടെ നിന്നും അവരെ രക്ഷപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ അവർ കോടതികളിൽ ന്യായാധിപന്മാരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ പലർക്കും വിധി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ഇവിടെ സത്യത്തിന് വിലയില്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സത്യങ്ങൾ ആര് വിളിച്ചു പറഞ്ഞാലും അവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അവരുടെ ശക്തി ഉപയോഗിച്ച് ഇല്ലാതാക്കുക, നിർമ്മാർജ്ജനം ചെയ്യുക. സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ക്രിസ്തുവിനെ കുരിശിൽ തറച്ചു വധിച്ചു. സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ മുഹമ്മദ് നബിയെ കല്ലെറിഞ്ഞവർ ഓടിച്ചു. സ്ത്രീകളെ വധിക്കുന്ന ആ വധത്തിൽ നിന്നും രക്ഷപ്പെടാൻ, സ്ത്രീകളെ കറുത്ത വസ്ത്രം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ഉപദേശിച്ച ആ പ്രവാചകൻ ഇന്ന് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി മാറി. ആ കറുത്ത വസ്ത്രം ഇന്ന് അനാചാരങ്ങളാക്കി മാറ്റി അനാചാര നടപടികൾക്ക് ഉപയോഗിക്കുന്നു. തൻ്റെ കർമ്മം ചെയ്യണം, തൻ്റെ കർമ്മം കറക്റ്റായിട്ട് നിർവഹിക്കാൻ വേണ്ടി അർജുനനോട് കൃഷ്ണ ഭഗവാൻ ഉപദേശിച്ചതാണ്, നിൻ്റെ കർമ്മം ചെയ്യുക. അദ്ദേഹം വില്ലെടുത്തു, ആ വിൽ ഉപയോഗിച്ചു. ഒരു പക്ഷേ കൃഷ്ണ ഭഗവാൻ ഈ കാലഘട്ടത്തിലാണ് അത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് കൃഷ്ണ ഭഗവാനെയും പ്രതികൂട്ടി നിർത്തുന്ന ഒരു സംഘം ഇവിടെ ഉണ്ടാകും. എനിവേ, കൂടുതൽ കണക്കുന്നില്ല ഞാൻ. നമുക്കിന്ന് ചെയ്യാമെന്നുള്ളത്, നാം ആരോടും ഒരു പ്രതികാരവും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളെ പലരും ഉപദ്രവിച്ച് കാണും, ചെയ്യാത്ത തെറ്റിന് ക്രൂശിച്ച് കാണും, അപവാദങ്ങൾ പരത്തി കാണും. നാം ഒന്നും അതിന് അടിമപ്പെടരുത്. അതിന് പ്രതികരിക്കാനും നാം പോകാൻ പാടില്ല.
ഒരു പക്ഷേ നമ്മക്കാലം കായിക ശേഷിയുള്ളവരായിരിക്കും, അവർക്ക് എന്തും ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും, അവർ ഭരണകർത്താക്കളായിരിക്കാം, അത് വിധികർത്താക്കളായിരിക്കാം, എന്തിനും കഴിവുള്ളവരായിരിക്കാം. അവർ പലതും ചെയ്യും. പക്ഷേ അവരെ എതിരിടാനോ അവരെ തോൽപ്പിക്കാനോ നമുക്കാർക്കും സാധിക്കില്ല. അവരുടെ വിധി അവർ അനുഭവിക്കും. എല്ലാവരും വിശ്വസിക്കുന്നൊരു സത്യമുണ്ട്, ഈശ്വരൻ ഇതെല്ലാം നമ്മുടെ മുകളിലിരുന്ന് കാണുന്നുണ്ട്. നല്ലതിനുള്ള ഫലവും തെറ്റായ ഫലവും അവർക്ക് ഈശ്വരൻ കൊടുക്കും. അത് ആ ഭാഗം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നാം നമ്മുടെ കടമകൾ ചെയ്യുക. നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് എന്താണ്? നാം മൂലം ആരെയും ഉപദ്രവിക്കാതിരിക്കുക. നമ്മുടെ മുന്നിൽ ആര് വന്നാലും നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ചെറിയൊരു പുഞ്ചിരി കൊടുക്കണം. നമുക്ക് നല്ലൊരു കുടിക്കാൻ ഒരു ജ്യൂസോ ടീയോ കാഫി ഇല്ലെങ്കിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. അതവർക്ക് വലിയ സന്തോഷം തരും. നിങ്ങളെ അന്വേഷിച്ച് ആര് വന്നാലും അവരെ സന്തോഷമായി സ്വീകരിക്കുക. എന്തെങ്കിലും അവർക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ നിങ്ങളത് ചെയ്തിരിക്കണം. നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടും. ഇവിടെ ഈ ലോകത്ത് എന്ത് പ്രവൃത്തി ചെയ്താലും അതിവിടെ അനുഭവിച്ച് തന്നെയായിരിക്കും നമ്മുടെ മടക്കയാത്ര. അത് നാം കാണേണ്ടതാണ്. നമ്മളെ കാണിച്ചു തരുന്ന ഈശ്വരനാണ്. ഒന്ന് മനസ്സിലാക്കുക, എപ്പോഴും ഒരു മനുഷ്യൻ നന്നാകുന്നത് അവൻ തെറ്റിൽ കൂടിയാണ്. തെറ്റിൽ കൂടി മാത്രമേ അവന് ശരിയിലേക്ക് കടന്നെത്താൻ പറ്റൂ. എന്നാൽ തെറ്റ് ചെയ്യുന്നവന് നല്ല ബോധ്യമുണ്ട്, അവൻ തെറ്റ് ചെയ്യുന്നു. അവനത് തിരുത്തിയില്ലെങ്കിൽ ഈശ്വരൻ അവനെ തിരുത്താനും പോയില്ല. അവസാനം അവന് കൊടുക്കുന്ന ശിക്ഷ അതികഠിനമായിരിക്കും. അത് നമുക്കെല്ലാം കാണാൻ സാധിക്കും. മറ്റൊരു കൂട്ടരുണ്ട്, അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയുകയില്ല. അതായത് ക്രിസ്തുവിനെ വിധിച്ച ആ ജഡ്ജിക്കറിയാം ഇവൻ തെറ്റാണ്, ഇവൻ തെറ്റ് ചെയ്തില്ല. ജഡ്ജിക്കറിയാമെങ്കിലും ചെയ്ത വിധി നടപ്പിലാക്കിയ മറ്റുള്ളവർ ശരിയോ തെറ്റോ എന്താണെന്ന് അവർ അറിഞ്ഞില്ല. അവരറിഞ്ഞത് ക്രിസ്തുവിൻ്റെ മരണശേഷമാണ്. സുഹൃത്തുക്കളെ, നാം എല്ലാം ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ നല്ലത് ചെയ്യാൻ ആര് ശ്രമിച്ചാലും അവർക്ക് കിട്ടുന്നത് ക്രൂര മർദ്ദനങ്ങളോ കൂടുതൽ ശിക്ഷകളോ ആയിരിക്കാം. ഇവിടെ ശക്തിയുള്ളവർ എല്ലാം അവർ നിർവഹിക്കുന്നു. ശക്തിയുള്ളവരോടൊപ്പം കൂടിച്ചേരുന്ന എല്ലാ ഘട്ടാളന്മാരും അതിന് കൂട്ടുനിൽക്കുന്നു. ഇപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നാം ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഓരോ ദിവസത്തെയും അഭിമുഖീകരിക്കുന്നത്. ഓരോ ദിവസവും പുലരുമ്പോഴും നല്ല വാർത്തകളുമായി ഒരിക്കലും ഒരു പത്രം പോലും നമുക്ക് വായിക്കാൻ സാധിക്കുന്നില്ല. ഇത് ദൈവം ഈശ്വരൻ ഓരോ മനുഷ്യനും ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള യാതൊന്നും ഇവിടെ സംഭവിക്കില്ല. ഇവിടെ ഭരണവും അധികാരവും കയ്യിലുണ്ടെങ്കിൽ ഇവിടെ എന്തും സാധിക്കാം, ആരെയും വധിക്കാം, ആരെയും തുറുങ്കിലടയ്ക്കാം എന്നുള്ള ഒരു മനസ്സിൻ്റെ ഉടമകളാണിന്ന് ലോകത്തിൽ അധികവും ഉള്ളത്. സ്വന്തം ആവശ്യങ്ങൾക്കായി പാവപ്പെട്ടവനെ ബലിയാടാക്കുന്ന ഈ ലോകത്ത് നമ്മൾ ജീവിച്ചേ മതിയാകൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക.
നല്ലത് ചിന്തിക്കുക, നല്ല കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. ഇന്നത്തെ ഒരു ദിവസം യേശുക്രിസ്തു സഹിച്ച ആ വേദനയിൽ നമുക്ക് പങ്കുചേരാം. അദ്ദേഹം ആ വേദന സമയത്തും പ്രാർത്ഥിച്ച ആ വാക്യങ്ങൾ നമുക്ക് ഓർക്കാം, നമുക്കും പ്രാർത്ഥിക്കാം. ഈശ്വരാ, ഞങ്ങളോട് ഈ കാണിക്കുന്ന ക്രൂരതകൾ അവർ അറിയാതെ ചെയ്യുന്ന ക്രൂരതകളാണ്, അവരോട് അങ്ങ് ക്ഷമിച്ചാലും. തീർച്ചയായിട്ടും ആ ഒരു പ്രാർത്ഥന ആരൊക്കെ ഉരുവിടുന്നോ അവർക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു.